എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം. ഇന്ന് എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മോട്ടിവേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വീഡിയോയ്ക്ക് മുന്നേ അതിലൊരുപാട് ആൾക്കാർ കണ്ടു. ഞാൻ ഈ ചാനലിൽ ഇട്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ദിവസങ്ങൾക്കുള്ളിൽ കണ്ട വീഡിയോ അതായിരുന്നു. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതിനെല്ലാവർക്കും ഒരുപാട് താങ്ക്സും ഉണ്ട്. അപ്പോൾ ഇന്നും അതുപോലൊരു ചെറിയ വീഡിയോ ആയിട്ട് മോട്ടിവേഷൻ തന്നെ എനിക്കിഷ്ടമായിട്ടുള്ളൊരു വീഡിയോ, അത് നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതൊന്ന് കണ്ടും കേട്ടും വന്നാലോ. നമുക്ക് പൂക്കളെ പോലെ ആയാലോ. മറ്റൊരു പൂവിൻ്റെ നിറം നോക്കിയിട്ട് ടെൻഷൻ അടിക്കുന്ന പൂക്കളെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ഓരോ പൂക്കളും ചെയ്യുന്നത് അവരുടെ സാഹചര്യത്തിൽ അവർക്ക് പറ്റാവുന്നത്ര നല്ല രീതിയിൽ വിരിയുക എന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിലുള്ള കഴിവ് അനുസരിച്ച് നമ്മളാകുന്ന വ്യക്തിയെ മാക്സിമം നല്ല രീതിയിൽ ഗുണപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ലൈഫ് ഈ പൂക്കളെ പോലെ തന്നെയാണ്. അങ്ങനെ ആവണം ശരിക്കും. പൂക്കൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് കാട്ടിലാണെങ്കിലും വീട്ടിൻ്റെ മുറ്റത്താണെങ്കിലും പാർക്കിലാണെങ്കിലും ആരും കാണാത്ത വനപ്രദേശങ്ങളിലാണെങ്കിലും പൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് വിരിയുക. അതാണ്. ആരും കാണാനില്ലാത്ത കൊണ്ട് മോശമായിട്ട് വിരിയൊന്നുമില്ല. ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കി പൂ വിരിയുകയൊന്നുമില്ല. അതുപോലെ തന്നെ ആവണം നമ്മളും. ഓരോ അവസ്ഥയിലും ഏറ്റവും നല്ല മനുഷ്യനാവാനുള്ള പ്രചോദനം പൂ നമുക്ക് തരുന്നില്ലേ? അതുപോലെ ആവണം നമ്മുടെ ജീവിതം. കാണാൻ ഭംഗിയുള്ള പൂക്കളെ പോലെ അല്ലേ? അങ്ങനെ ആവണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? നമുക്ക് പൂക്കളെ പോലെ ആവണ്ടേ? എന്താണെന്ന് വെച്ചാൽ, പൂക്കൾ ആദ്യം മുട്ടാവും, പിന്നെ പൂവാവും. അപ്പോൾ പൂവൊക്കെ വിരിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അത് കുറച്ച് വാടും കൊഴിയും. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ ജീവിതമൊക്കെ. അപ്പം നമുക്ക് നല്ല പൂക്കളായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.